ഹായ്. നമ്മൾ അവേര വെർബ് കണ്ടു അല്ലേ? അവേര വെർബും കണ്ടു, എസ്സര വെർബും കണ്ടു. അത് രണ്ടും കൂടിയിട്ട് ഒരു താരതമ്യ പഠനമാണ് ഇന്നത്തെ താരതമ്യ പഠനം. എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഒന്ന് നോക്കാം ചെറുതായിട്ട്. അപ്പം എസ്സര വെർബിൽ നമ്മൾ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞത്, നമ്മുടെ ഐഡൻറ്റിറ്റിനെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആരാണ്, അവൾ എന്താണ്, അവൾ എവിടുത്തുകാരിയാണ്, അവൾ എവിടെയാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അവളുടെ ഇമോഷൻസ്, അവളുടെ ഒറിജിൻ, ഇതൊക്കെ, അവളുടെ പ്രൊഫഷൻ, ഇതൊക്കെ എസ്സരയിലാണ് പെടുക. പറഞ്ഞില്ലേ നമ്മൾ? അപ്പോൾ അവേരയിൽ എന്തൊക്കെയാണ് പെടുന്നത്? പിന്നെ എസ്സരയിൽ അതായത് ചുബിയാണ് വെർബ്. അവളാണ്, അവൾ എന്താണ്, ഏതാണ്, അതാണ് ദാറ്റ് മീൻസ്. ഓക്കെ. ഇനി അവേരയിൽ ടു ഹാവ്, അവൾക്കുള്ളത്, ഉണ്ട്. അപ്പോൾ അവളുടെ പൊസഷൻ, അവൾക്ക് എന്തുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അവൾക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മുടെ പൊസഷൻ, നമുക്കുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ ഉണ്ട്. അതുപോലെ ഫിസിക്കൽ നീഡ്സ്, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ചൂട് എന്തൊക്കെ ഉള്ളത്, നമുക്ക് പനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പെടും. ഇനി ഇതിൽ എക്സ്പീരിയൻസ് ഇതിൽ പെടും. അതിൽ എക്സിസ്റ്റൻസ്, അതിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ്, കണ്ടീഷൻ, അതൊക്കെയാണ് അതിൽ പെടുന്നത് എസ്സരയിൽ. ഇതിൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പൊസഷൻ, അതിൽ പ്രൊഫഷൻ, ഓക്കെ, താരതമ്യ പഠനം കേട്ടോ. അപ്പോൾ ഇതിൽ പൊസഷൻ ഇപ്പം എന്തൊക്കെയുണ്ട്, ഇതൊക്കെയുള്ളതാണ് ഇതൊക്കെയാണ് ഫിസിക്കൽ നീഡ്സ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ അവേര വെർബിലാണ് പെടുക. ഇതിൽ ട്രാൻസിറ്റീവ് വെർബ്. ഇനി അപ്പം അത്രയും കാര്യങ്ങൾ. ഇനി വെർബുകളുടെ സെക്ഷനിലേക്ക് വരാം. എസ്സര വെർബിലെ മെയിൻ വെർബ് പോലെ പ്രവർത്തിക്കും. അവേരയിലും അവേര വെർബ് മെയിൻ വെർബ് പോലെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ എസ്സരയിൽ ഇറഗുലർ വെർബാണ് എസ്സര. അവേരയും ഇറഗുലർ വെർബാണ്. 3 ഓക്സിലറി വെർബായിട്ട് എസ്സര പ്രവർത്തിക്കും. ഇവിടെയും ഓക്സിലറി വെർബായിട്ട് പ്രവർത്തിക്കും. പക്ഷേ ഒന്ന് നോക്കാനുള്ളത്, എസ്സരയിൽ ഓക്സിലറി വെർബായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഓക്സിലറി വെർബ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത്, അത് ഞാൻ പറയാം കേട്ടോ, അതുകൊണ്ട് അപ്പോൾ അത് പ്രവർത്തിക്കും. ഇവിടെ ഓക്സിലറി വെർബായിട്ട് പ്രവർത്തിക്കും. കൺഫ്യൂഷനാക്കി, കേട്ടോ. ഓക്കെ. ഇനി ഇറഗുലർ വെർബാണ്, ഓക്സിലറി വെർബായിട്ട് പ്രവർത്തിക്കും. ഇവിടെ ഓക്സിലറി. നെക്സ്റ്റ്, റിഫ്ലക്സീവ് വെർബ് എസ്സരയിലുണ്ട്, എന്നാൽ അവേരയിൽ റിഫ്ലക്സീവ് വെർബ് ഇല്ല. ഓക്കെ. റിഫ്ലക്സീവ് വെർബൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പിന്നീട് ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇനി അതെ, കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലാതെ ഇനിയിട്ട് എല്ലാം ഇളക്കി മുറിച്ചാൽ ഒന്നിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ട്, വേറൊരു ലാംഗ്വേജ് അല്ലേ, നമ്മൾ പെട്ടെന്ന് എല്ലാം ചാടി കടച്ചാൽ കിട്ടില്ല. അപ്പോൾ അതൊന്ന്. ഇനി പിന്നത്തെ ഒരു ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് വെർബ് അവേരയിലില്ല, എസ്സരയിലുണ്ട്. ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബാണ് എസ്സരയിൽ. അതെന്തുകൊണ്ടാണ്? അതിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇല്ല. ഓക്കെ. ഇവിടെ ട്രാൻസിറ്റീവ് വെർബാണ്, ഇതിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട് അവേരയിൽ. അപ്പോൾ അവേരയിൽ ട്രാൻസിറ്റീവ് വെർബ്, എസ്സരയിൽ ഇൻട്രാൻസിറ്റീവ് വെർബ്. മനസ്സിലായല്ലോ? അവേരയിൽ റിഫ്ലക്സീവ് വെർബ് ഇല്ല, എസ്സരയിൽ റിഫ്ലക്സീവ് വെർബ് ഉണ്ട്. 2 വെർബുകളും ഇറഗുലറാണ്. 2 വെർബുകളിലും മെയിൻ വെർബ് പോലെ ഉപയോഗിക്കാം, 2 വെർബുകളിലും ഓക്സിലറി വെർബ് പോലെ ഉപയോഗിക്കാം. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെയിൻ വെർബുകളായി ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ മെയിൻ വെർബുകളായി 2 വെർബുകളപ്പോൾ നമ്മൾ പഠിച്ചത്. 2 വെർബുകളുടെ ഫോമും കാര്യങ്ങളും. ഞാൻ ജസ്റ്റ് അതൊന്ന് വെറുതെ ഒന്നും കൂടി ഇതാക്കാം. ഞാൻ പറയുന്നത് എസ്സരയുടെ വെർബ് ഫോം എന്താ കിട്ടുമെന്നോട്ടെ നിങ്ങൾക്ക്. Io sono, yes. Tu sei, yes. Lui è, പറയുന്നത് ശരിയാട്ടാ. Lei è. Bravissimi. Okay, come on. Then next plurale അല്ലേ? Okay. Noi, come on, siamo. Voi siete. Loro sono. Yes, bravi. Plurale. Essere കഴിഞ്ഞു കേട്ടോ. Bravissimi. നെക്സ്റ്റ്, ഇനി അവേരേ ഒന്ന് പറയാം നമുക്ക് അല്ലേ. ഇയോ പറയൂ. ഓ, ബ്രാവി. അതെന്തർത്ഥം? എനിക്കുണ്ട്.
എസ്സരയിൽ എന്തെന്ന് പറയാ? ഞാനാണ്. ആ, എനിക്കുണ്ട്. ഇയോ ഓ. തു. കമോൺ. ആയി. ബ്രാവോ. നിനക്കുണ്ട്. ഓക്കെ. അടുത്തത് ലൂയി. ആ, അവനുണ്ട്. ലേ. കമോൺ കമോൺ. ആ, അവൾക്കുണ്ട്. മനസ്സിലായ? അപ്പോൾ സിംഗുലർ സെക്ഷൻ കഴിഞ്ഞു. സിംഗുളാരെ കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇത്തിരി ഇറ്റാലിയൻ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തലേ കയറിക്കോളും. സിംഗുളാരെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. സെക്കൻഡ് പ്ലൂരാല്. അപ്പം നോയി. എന്താ? ആ, അബിയാമോ. നോയി ഞങ്ങൾക്കുണ്ട്. അബിയാമോ. വോയ് അവേത്തെ. കണ്ട കിട്ടുന്നത്? കണ്ട ഇപ്പോൾ കിട്ടുന്നില്ലേ? അവേത്തെ. ഇനി ദേ ഹാവ് ലോറോ ആനോ. ദേ ഹാവ് ലോറോ ആനോ. മനസ്സിലായ? കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 എസ്സരെ നമ്മൾ തനിയെ എടുത്തു, അതിൻ്റെ വെർബ് ഫോം എടുത്തു. അവരെ തനിയെ എടുത്തു, അതിൻ്റെ വെർബ് ഫോം എടുത്തു. നിങ്ങളത് കണ്ട് പോണേ. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടിന് താരതമ്യ പഠനം, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, അതും പഠിച്ചു അല്ലേ? ഇനി ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വേഗം പോയിക്കോട്ടോ. പഠിക്കൊന്നും വേണ്ട. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് തോണ്ടി ഇങ്ങനെ വിട്ടോ. എന്നിട്ട് വല്ല ഡാൻസും പാട്ട്. സമയം നമ്മൾ ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് കം റിട്ടേൺ ആയിട്ട് വരില്ല സമയം. പൈസയൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം നന്നായി പഠിച്ച് നന്നായി ജോലി ചെയ്ത് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മൾ. ഓക്കെ. സി യു നെക്സ്റ്റ് വീഡിയോ. ഓറടിക്കണമെങ്കിൽ ക്ഷമിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ സദാസമയം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. Ciao a tutti e may God bless you.